മഹാദേവ്യൈ നമഃ. ഭദ്രേ നിന്നെ സ്തുതിക്കാൻ ചതുർവദനുമാകില്ല ചിന്തിച്ചു കണ്ടാൽ ഭാവാതീതാതിഭൂരി പ്രഥിത ഗുണഗണേ പിന്നെയാർക്കിങ്ങു സാധ്യം ഭാവം നിന്നിൽ സമർപ്പിച്ചഹമിഹ പരമാമാനന്ദതേ കൂപ്പിടുന്നേൻ ഭംഗ്യാവന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും. പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവതം നിത്യപാരായണ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 25-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. സപ്തമസ്കന്ധം 14-ാമത്തെ അധ്യായം മുതൽ തുടങ്ങിയതായിട്ടുള്ള ഈ ഹരിശ്ചന്ദ്രചരിതം ഇനിയും തുടർന്നു പോകുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുമാതിരി ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ വളരെ ചുരുക്കമായി പറഞ്ഞ ഈ ഹരിശ്ചന്ദ്രൻ്റെ കഥ ഇവിടെ വളരെ ദീർഘമായിട്ടാണ് ഹരിശ്ചന്ദ്ര ചരിതത്തിനെ ദേവി ഭാഗവതത്തിൽ വ്യാസൻ രചിച്ചിരിക്കുന്നത്. ആ കഥ തുടർന്നുകൊണ്ട് നമുക്കടുത്തതായിട്ടുള്ള ഷഡ്വിംശോധ്യായ 26-ാമത്തെ അധ്യായത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. പത്നിയെ തിരിച്ചറിഞ്ഞ ഹരിശ്ചന്ദ്രൻ്റെ ദുഃഖമാണ് ഇവിടെ ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂതൻ പറയുകയാണ്, തഥോദ ഭൂപതി പ്രാഹാരാജ്ഞീം സ്ഥിത്വാ യഥോമുഖ അത്രോപവിശ്യതാംബാലേ പാപസ്യ പുരതോ മമ. ഹരിശ്ചന്ദ്രൻ ഇപ്രകാരം തൻ്റെ യജമാനൻ കൽപ്പിച്ച സമയത്ത് മുഖം താഴ്ത്തി നിന്നുകൊണ്ട് തൻ്റെ ഭാര്യയാണ് നിൽക്കുന്നത്, കൂടെയുള്ളത് തൻ്റെ മൃതപുത്രനാണ് എന്നൊന്നും അറിയാത്ത ഹരിശ്ചന്ദ്രൻ ആ സ്ത്രീയോട് എന്നവണ്ണം രാജ്ഞിയോട് പറയുകയാണ്, ഏ പെണ്ണേ, നീ ഈ മഹാപാപിയുടെ മുന്നിൽ വന്ന് ഇരിക്കൂ. കൈ പൊങ്ങുമെങ്കിൽ ഞാൻ നിൻ്റെ കഴുത്ത് വെട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൊല്ലാൻ വേണ്ടി രാജാവ് വാളുയർത്തിക്കൊണ്ട് ചെന്നു. പക്ഷേ തത്ക്ഷണം അത് തൻ്റെ പത്നിയാണ് എന്ന് രാജാവ് അറിയണില്ല. രാജാവിനെ അവളും തിരിച്ചറിയണില്ല. മരിച്ചാൽ മതി എന്ന വിചാരത്തോടെ അത്യധിക ദുഃഖവും വിവശയും ആയിട്ടാണ് അവൾ രാജാവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അത്രയുമധികം ദുഃഖങ്ങളായി ഏകയേവ അവലംബമായിരുന്ന ജീവിക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ ആഗ്രഹം ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ അവൾക്ക് ആ മാതാവിന് ആ പുത്രനോടുള്ള സ്നേഹം വാത്സല്യമായിരുന്നു. ഇപ്പോഴത് ആ പുത്രനും മരിച്ചു എന്ന് കണ്ട സമയത്ത് ഇനി ജീവിക്കാൻ അല്പം പോലും ആഗ്രഹമില്ലാത്തവളായി തീർന്നു ആ മാതാവ് എന്ന് പറയുകയാണ്. ഇതാ ഇപ്പോൾ ആ കഴുത്ത് വെട്ടി ചണ്ടാലൻ ആജ്ഞാപിച്ചതനുസരിച്ച് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഇതോടുകൂടി ഈ ദുഃഖങ്ങളെല്ലാം കഴിയുമല്ലോ. മകനും പോയി, ഭർത്താവ് എവിടെയാണ്, എങ്ങനെയാണ് ഇരിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നറിയില്ല. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോയാൽ വീണ്ടും ആ ബ്രാഹ്മണൻ്റെ വീട്ടിൽ ദാസിയായിട്ട്, ക്രൂരനായിട്ടുള്ള ബ്രാഹ്മണൻ്റെ വീട്ടിൽ അവൻ്റെ ദാസിയായിട്ട് ഇനിയും ദുഃഖങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കണം. അതിലും ഭേദം ഇപ്പം തന്നെ തൻ്റെ തലയും മറുത്ത് കളയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ദുഃഖങ്ങളിൽ നിന്നും തൽക്കാലമായാലും ശരി ഒരു മോചനമായില്ലോ എന്നുള്ള ചിന്തയിലാണ് അവരിരിക്കുന്നത്. അങ്ങനെ ഭർത്താവായ ഹരിശ്ചന്ദ്രൻ ഭാര്യയോട്, പത്നിയോട്, രാജ്ഞിയോട് പറഞ്ഞത് കേട്ടപ്പോൾ ആ സ്ത്രീ പറയാൻ തുടങ്ങി,
ചണ്ടാള, അങ്ങ് ഇഷ്ടപ്പെടുമെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യം അല്പം കേൾക്കണം. എൻ്റെ മകൻ ഈ പട്ടണത്തിന് വെളിയിൽ അധികം ദൂരത്തല്ലാതെ ഒരിടത്ത് മരിച്ചു കിടക്കുന്നുണ്ട്. എനിക്ക് അവനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്ന് ദഹിപ്പിക്കണം. അതുവരെ അങ്ങ് എനിക്ക് സമയം തരണം, കാത്തിരിക്കണം. അതിനുശേഷം എന്നെ വാളുകൊണ്ട് അങ്ങ് വധിക്കാം എന്ന് അഭ്യർത്ഥിച്ചു. അത് കേട്ട ഹരിശ്ചന്ദ്രൻ അങ്ങനെ ചെയ്തോളൂ എന്ന് സമ്മതിച്ചു. അതനുസരിച്ച് അവൾ തൻ്റെ പുത്രനെ ബാലനെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞയച്ചു. ദുഃഖിതയായി അവൾ പുത്രനെ കൊണ്ടുവരുവാനായിട്ട് ഇതാ അവിടെ നിന്നും പുറപ്പെട്ടു. സർപ്പദംശം ഏറ്റ ബാലനെ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ട് വിലപിച്ചുകൊണ്ട് അവനെ എടുത്തുകൊണ്ടുവന്ന ഈ ചുടലക്കാട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ മണ്ണിൽ തന്നെ, ഭൂമിയിൽ തന്നെ അവളും ഇരുന്നു. എന്നിട്ട് വീണ്ടും തൻ്റെ ഭർത്താവിനെ ഓർത്തുകൊണ്ട് വിലപിക്കുകയാണ്. ഹേ രാജൻ, സ്വന്തം മകൻ മണ്ണിൽ കിടക്കുന്നത് കാണുന്നില്ലേ? കൂട്ടുകാരോടൊപ്പം കളിച്ചു നടക്കെ ദുഷ്ടസർപ്പത്തിൻ്റെ ദംശനമേറ്റ മരിച്ചവനെ എന്നൊക്കെ തൻ്റെ പുത്രനെ മുന്നിലിട്ടുകൊണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ ആ വിലാപവും മറ്റും കേട്ട ഉടനെ ഇപ്പോൾ ആ ചുടലക്കാട്ടിൻ്റെ കാവൽക്കാരനായിരിക്കുന്ന ഹരിശ്ചന്ദ്രൻ അവളുടെ അടുത്തേക്ക് പോയി മരിച്ചു കിടക്കുന്ന മൃതദേഹമായിട്ട് ആ ബാലൻ്റെ മൃതദേഹത്തെ മൂടിയിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു വസ്ത്രം അതിനെ നീക്കി സൂക്ഷിച്ചു നോക്കി. ഇപ്പോഴും ഹരിശ്ചന്ദ്രന് വന്നിരിക്കുന്നത് തൻ്റെ പത്നിയാണ് എന്നറിയില്ല. കാരണം ദുഃഖങ്ങൾ, നരകയാതനകൾ, കഷ്ടങ്ങൾ, വിശപ്പ്, അതിലുപരി ദാസ്യവൃത്തി മുതലായവ കൊണ്ട് ശരീരം നന്നെ ശോഷിച്ച് എല്ലും തോലുമായി ഇരിക്കുകയാണ്. തലമുടിയെല്ലാം ജട പിടിച്ച് അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ഒരു രൂപത്തിലാണ്. അതും രാത്രിയിൽ ഇരുട്ടിലാണ് എന്നതെല്ലാം കാരണം കൊണ്ടാവാം. വന്നിരിക്കുന്നത് തൻ്റെ ഭാര്യയാണെന്ന്, കൊണ്ടുവന്നിരിക്കുന്നത് തൻ്റെ പുത്രൻ, മരിച്ച പുത്രനെ തന്നെയാണോ എന്നുള്ളതും ഹരിശ്ചന്ദ്രന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. വിഷബാധയേറ്റ് മരിച്ച് മണ്ണിൽ കിടക്കുന്ന ബാലനെ, ആ ബാലനെ കണ്ടപ്പോൾ രാജലക്ഷണങ്ങളുള്ളതായിട്ട് ഹരിശ്ചന്ദ്രൻ ആലോചിച്ചു. ആ ഉണ്ണിയുടെ മുഖം ഒരു പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങിക്കൊണ്ടിരുന്നു. ഉയർന്ന നാസിക, നല്ല തുടുത്ത കവിൾത്തടങ്ങൾ, നല്ല ലക്ഷണമൊത്ത മുടി, താമരതളങ്ങളെപ്പോലുള്ള കണ്ണുകൾ, തുണ്ടിപ്പഴം പോലെയുള്ള അധരങ്ങൾ, വിശാലമായിട്ടുള്ള മാറിടം, ദീർഘമായിട്ടുള്ള ബാഹുക്കൾ, കരങ്ങൾ, നീണ്ട ഉയർന്ന പാദങ്ങൾ, അഴകുള്ള വിരലുകൾ മുതലായവയെല്ലാം കണ്ടപ്പോഴേ ഇത് ഒരു രാജകുമാരൻ്റെ ലക്ഷണമാണല്ലോ എന്ന് ഹരിശ്ചന്ദ്ര മഹാരാജാവ് ചിന്തിച്ചു. കഷ്ടം, ഇവൻ ഏതോ ഒരു രാജകുടുംബത്തിലെ ഉണ്ണിയായിരിക്കണം എന്ന് വിചാരിച്ചു. ദുഷ്ടനായിട്ടുള്ള കാലൻ ഇവനെ കാലപാശം കൊണ്ട് വരിഞ്ഞുകെട്ടി കൊണ്ടുപോയില്ലോ എന്നെല്ലാം അദ്ദേഹം ചിന്തിച്ച് ദുഃഖിച്ചു എന്ന് പറയുകയാണ്.
ബാക്കി ഭാഗങ്ങൾ ഇന്ന സമയം കഴിഞ്ഞിരിക്കെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീ മഹാദേവ്യൈ നമഃ.